വാർത്തയിലേക്ക് വിശദമായി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ടത്തിൽ പോലീസ് കേസെടുത്തു. കേരള സർവകലാശാല നൽകിയ പരാതിയിലാണ് പ്രിൻസിപ്പൽ ഡോക്ടർ GJ ഷൈജുവിനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. ഷൈജുവിന്റെ പ്രിൻസിപ്പൽ അംഗീകാരം സർവകലാശാല റദ്ദാക്കി. ആൾമാറാട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് 2 MLAമാർ CPM ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സർവകലാശാല രജിസ്ട്രാർ DGPക്ക് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് മേധാവി ഈ പരാതി കാട്ടാക്കട പോലീസ് സ്റ്റേഷന് കൈമാറി. ആൾമാറാട്ടം, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കാട്ടാക്കട പോലീസ് കേസെടുത്തത്. പ്രിൻസിപ്പൽ ഡോക്ടർ GJ ഷൈജുവിനെ കേസിൽ ഒന്നാം പ്രതിയാക്കി. SFI നേതാവ് A വിശാഖ് 2ാം പ്രതിയാണ്. എന്നാൽ KSU നൽകിയ പരാതിയിൽ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. കൂടാതെ പ്രിൻസിപ്പലായി തുടരുന്നതിന് ഷൈജുവിന് നൽകിയ അംഗീകാരവും സർവകലാശാല റദ്ദാക്കി. സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഈ നടപടിയും. കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഉത്തരവും പുറത്തിറക്കി. അതുകൂടാതെ ഷൈജുവിനെ അധ്യാപക വൃത്തിയിൽ നിന്നടക്കം എല്ലാ ചുമതലകളിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ കോളേജ് മാനേജ്മെന്റിനും യൂണിവേഴ്സിറ്റി കത്ത് നൽകും. മാനേജർ അധ്യക്ഷനായ 3-അംഗ സമിതി വിവാദം അന്വേഷിച്ച ശേഷമാകും ഷൈജുവിനെതിരായ നടപടിയുടെ കാര്യത്തിൽ കോളേജ് അധികൃതർ തീരുമാനമെടുക്കുക. KPCT അംഗമാണെങ്കിലും ഷൈജുവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. പ്രിൻസിപ്പളിൽ മാത്രം ഒരു കുറ്റം ആരോപിച്ച് കേസ് അതിലൊതുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിന് പരിഹാര മാർഗമായി ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ശിക്ഷിക്കണം, അല്ലെങ്കിൽ കേസിൽ പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ പോകും. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രിൻസിപ്പൽ വാസ്തവത്തിൽ ഈ രാജ്യത്തൊരു യൂണിവേഴ്സിറ്റിക്ക് അപമാനമില്ല ഇങ്ങനത്തെ ഒരു മനുഷ്യൻ? ഞാൻ ലജ്ജിക്കുന്നു. കോൺഗ്രസിന്റെ അനുകൂല സംഘടനയിലെ ഒരു പ്രവർത്തകനാണ് എങ്കിൽ അതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അതേസമയം ആൾമാറാട്ടത്തിൽ പങ്കില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും കാട്ടി MLAമാരായ G സ്റ്റീഫൻ, IB സതീഷ് എന്നിവർ CPM ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകി. വിവാദം കത്തിനിൽക്കുന്നതിനാൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പും അനന്തമായി നീളുകയാണ്. മറ്റു കോളേജുകളിലെ UUC ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രം തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ മതിയെന്ന നിലപാടാണ് കേരള സർവകലാശാല എടുത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാട്ടാക്കട കോളേജ് ആൾമാറാട്ടത്തിൽ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ച CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ DK മുരളിയും S പുഷ്പലതയുമാണ് കമ്മീഷൻ അംഗങ്ങൾ. CPM നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നതടക്കം കമ്മീഷൻ പരിശോധിക്കും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. രക്തസാക്ഷികളെക്കുറിച്ച് വിവാദ പരാമർശവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. അനാവശ്യ കലഹത്തിന് പോയി മരിച്ചവരാണ് രാഷ്ട്രീയ രക്തസാക്ഷികളെന്നായിരുന്നു പരാമർശം. ബിഷപ്പിന്റെ പരാമർശത്തിനെതിരെ CPM രംഗത്തെത്തി. ധാരണയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കണമെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ വിമർശിച്ചു. കണ്ണൂർ ചെറുപുഴയിൽ നടന്ന KCYM യുവജന ദിനാഘോഷ വേദിയിലാണ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വിവാദ വാക്കുകൾ. രക്തസാക്ഷികളിൽ ചിലർ പ്രകടനത്തിനിടെ പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് തെന്നി വീണ് മരിച്ചവരാണെന്ന് മാർ ജോസഫ് പാംപ്ലാനി. അല്ലെങ്കിൽ പ്രകടനത്തിനിടയ്ക്ക് പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ തെന്നി വീണ് മരിച്ച രക്തസാക്ഷികളുണ്ടാകാം. രാഷ്ട്രീയ രക്തസാക്ഷികളെ പോലെയല്ല അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷിത്വം സത്യത്തിനു വേണ്ടിയായിരുന്നുവെന്നും പാംപ്ലാനി പറഞ്ഞു. ബിഷപ്പിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധമുയർന്നു. ബിഷപ്പിനെതിരെ CPM രംഗത്തെത്തി. ബിഷപ്പിന്റെ പ്രസ്താവന ആർക്ക് വേണ്ടിയെന്നും എന്തിനു വേണ്ടിയെന്നും വ്യക്തമാക്കണമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ആവശ്യപ്പെട്ടു. ഈ പ്രസ്താവന ആരെ സഹായിക്കാനാണ് എന്നുള്ളത് നമുക്കൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പരിണിതപ്രജ്ഞനായ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവാത്ത വാക്കുകളെന്ന് P ജയരാജൻ. ഇങ്ങനെയുള്ള ഉന്നതനായിട്ടുള്ള ഒരു പിതാവ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം ഖേദകരമാണ്. ബിഷപ്പ് ഉദ്ദേശിച്ചത് RSS BJP രക്തസാക്ഷികളെയാകുമെന്ന് MV ജയരാജൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനു നേരെ സമീപകാലത്ത് നടക്കുന്ന വേട്ടകൾ കൂടി നോക്കിയാൽ ബിഷപ്പിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടുകൂടിയാവാം ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടാവുക. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചാൽ BJPക്ക് MPA നൽകാമെന്ന പാംപ്ലാനിയുടെ വാക്കുകൾ നേരത്തെ വിവാദമായിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. കാട്ടുപോത്ത് ആക്രമണ വിഷയത്തിൽ KCBCക്കെതിരായ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി വനമന്ത്രി. ആരെയും ഭയപ്പെടുത്തി നിശബ്ദരാക്കാമെന്ന നിലപാടില്ലെന്നും മൃതദേഹം വെച്ചുള്ള വിലപേശൽ സമരം അരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്നും ബിഷപ്പ് പറഞ്ഞു. ബിഷപ്പ് പറഞ്ഞത് മൃതദേഹം ഉപയോഗിച്ച് വിലപേശൽ സമരം KCBC നടത്തിയില്ല എന്നതാണ്. ആ നിലപാട് സ്വാഗതം ചെയ്യുന്നു.
KCBC അല്ല മറ്റാരോ പ്രകോപനപരമായ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ അഭ്യർത്ഥനയാണ് വെച്ചിട്ടുള്ളത്, എല്ലാവരോടും അപേക്ഷയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ല. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഞാൻ അപേക്ഷിക്കുക മാത്രമാണ്. അത്തരം കുൽസിത ശ്രമങ്ങളെ കണ്ടറിയണം, തിരിച്ചറിയണം, സമാധാനപരമായ കാര്യങ്ങളുമായിട്ട് പോകണം, അങ്ങനെ പക്വതയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നതാണ് എൻ്റെ അപേക്ഷ. ആ അപേക്ഷ ഭീഷണിയായിട്ട് ആരും വ്യാഖ്യാനിക്കില്ല. ഈ കാര്യത്തിൽ നിന്ന് മാത്രമല്ല, ഏത് കാര്യത്തിലും എനിക്കൊരു ഭീഷണിയുടെ സ്വരം ഉള്ള ഒരാളല്ല ഞാൻ. അത് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ്. KCBCയെ വിമർശിച്ച വനമന്ത്രിയുടെ പ്രതികരണം നേരത്തെ വിവാദമായിരുന്നു. KCBCയുടെ പ്രസ്താവന പ്രകോപനപരമാണെന്നും ഈ നിലപാട് KCBCയുടെ പാരമ്പര്യത്തിന് ചേരാത്തതാണെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശനം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കേണ്ട എന്നാണ് KCBCയുടെ മറുപടി. KCBCക്ക് പിന്തുണയുമായി കോൺഗ്രസും രംഗത്തെത്തി. മനുഷ്യന്റെ ജീവന്, അവന്റെ സ്വത്തിന്, അവന്റെ നിലനിൽപ്പിനുള്ള സാധ്യതകൾ ഒരുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ എവിടെയായിരുന്നാലും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെയും കടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജനങ്ങളുടെ പ്രതിഷേധം അനുനയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ KCBC നേതാക്കൾ പ്രകോപനപരമായ നീക്കം നടത്തിയെന്നാണ് മന്ത്രിയുടെ ആരോപണം. എരുമേലി സംഭവത്തിൽ മാത്രമല്ല, അടുത്തിടെ വനാതിർത്തികളിൽ വന്യമൃഗ ആക്രമണമുണ്ടായപ്പോഴെല്ലാം KCBC നേതാക്കൾ പക്വതയില്ലാതെ പെരുമാറിയെന്നത് മന്ത്രിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇപ്പോൾ അവർ സ്വീകരിച്ച നിലപാട് വാർത്തകൾ കേട്ടതിനനുസരിച്ചാണെങ്കിൽ അത് ആ പാരമ്പര്യത്തിന് ചേരുന്നതാണോ എന്ന് അവർ ദയവായി ആലോചിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. KCBC ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നുമാണ് KCBCയുടെ മറുപടി. മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായ വിമർശനം സഭാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എരുമേലിയിലെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിറക്കിയപ്പോഴുള്ള ആശയക്കുഴപ്പമടക്കം ഇവർ സർക്കാരിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. KCBCയുടെ സർക്കാർ വിമർശനങ്ങൾക്ക് കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട്. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന അവസ്ഥയാണ് ഇന്നത്തെ ഈ സന്ദർഭത്തിലുള്ളത്. മതമേലധ്യക്ഷന്മാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഒരു കിഴങ്ങ് കൃഷിയില്ല, എല്ലാം പന്നി കുത്തിമലത്തി, ആന കയറി, ഒരു വാഴയില്ല, ഒരു സാധനമില്ല. അവർ ജീവിക്കണ ഇതുകൊണ്ടാണ്. അവരുടെ ഉപജീവന മാർഗം മുട്ടി, അവരുടെ ജീവൻ അരക്ഷിതത്വത്തിലാണ്. അപ്പോൾ ആ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ബിഷപ്പുമാർ അതിനെതിരായിട്ട് പ്രതിഷേധിച്ചാൽ അതിലെന്താ തെറ്റ്? പ്രദേശത്തെ ജനവികാരമാണ് KCBCയുടെ നിലപാടുകൾക്ക് പിന്നിലെന്ന് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. KCBC ഉത്തരവാദിത്തമില്ലാത്തൊരു പ്രസ്ഥാനമൊന്നുമല്ല, കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുകയില്ല. KCBC പറയുന്ന വികാരം ഒരുപക്ഷെ ആ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആ മേഖലയിലെ ജനങ്ങളുടെ വികാരം സ്വാഭാവികമായിട്ട് അവരുടെ നേതാക്കന്മാര് അത് പറയുക എന്നുള്ളത് അവരുടെ സ്വാഭാവികമായി പറയുമല്ലോ. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ താമരശ്ശേരി രൂപതയും കാഞ്ഞിരപ്പള്ളി രൂപതയും രംഗത്തു വന്നിട്ടുണ്ട്. വനാതിർത്തികളിൽ ഗുരുതര സാഹചര്യം നിലനിൽക്കുമ്പോഴും സർക്കാർ വിഷയത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നുവെന്നാണ് വിമർശനം. നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വേണമെന്ന ആവശ്യം ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കോതമംഗലം പൂയംകുട്ടി വനത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഉറിയംപെട്ടി ആദിവാസി കോളനിയിലെ വേലപ്പനാണ് പരിക്കേറ്റത്. കുഞ്ചിപ്പാറയ്ക്ക് സമീപം മഞ്ചപ്പാറ എന്ന സ്ഥലത്താണ് ആക്രമണമുണ്ടായത്. ബന്ധുക്കൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം. എറണാകുളം മൂഴിക്കുളം സെന്റ് മേരീസ് ഫൊറാന പള്ളിയിൽ അതിക്രമം. മദ്യപിച്ചെത്തിയയാൾ അൾത്താരയിൽ കയറി കുർബാന തടസ്സപ്പെടുത്തി. അൾത്താരയിലെ ക്രൂശിത രൂപവും തകർത്തു. സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നിലനിൽക്കുന്ന പള്ളിയാണ് ഇത്. AI ക്യാമറ വിവാദത്തിൽ സർക്കാരിനെ വിടാതെ പ്രതിപക്ഷം. 2017 രൂപീകരിച്ച അക്ഷര കമ്പനി എങ്ങനെ ടെൻഡറിൽ പങ്കെടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ഗുജറാത്ത് കമ്പനി എന്തുകൊണ്ട് തള്ളപ്പെട്ടു? വ്യവസായ മന്ത്രി കെൽട്രോൺ MDയെ പോലെ സംസാരിക്കുന്നു. ഉപകരാർ നൽകുന്നത് കെൽട്രോൺ അറിയണമെന്നാണ് വ്യവസ്ഥയെന്നും സതീശൻ ആവർത്തിച്ചു. അക്ഷര
എങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ്? 3 ലക്ഷം തൊഴിൽ നൽകിയെന്ന സർക്കാർ പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏതൊക്കെ വാഗ്ദാനങ്ങളാണ് നടപ്പിലായതെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. സർക്കാരിന്റെ അവകാശവാദങ്ങൾ കാപട്യമെന്നും സതീശൻ പറഞ്ഞു. യുഡിഎഫിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിനിടെ ഒരു ജീവനക്കാരനെയും കയ്യേറ്റം ചെയ്തിട്ടില്ലെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. സിപിഎം സമരം ചെയ്തപ്പോഴും ജീവനക്കാരെ തടഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടാണ് കെ സുധാകരന്റെ പ്രതികരണം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ, ഉദ്യോഗസ്ഥന്മാർക്കില്ലേ? സമരമുഖത്തല്ലേ നമ്മൾ? സമരമുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റാഫിനെ ജോലി ചെയ്യാൻ നമ്മൾ അകത്തേക്ക് കടത്തിവിടുമോ? കടത്തിവിടുന്ന പതിവുണ്ടോ? CPM ചെയ്യോ? ഇടതുപക്ഷക്കാരാണെങ്കിൽ ചെയ്യോ? ഇടതുപക്ഷം നമ്മളായതുകൊണ്ട് അവർ നടന്നു പോയി. മറ്റവരാണെങ്കിൽ നമ്മൾ ആളുകളുടെ കാല് പോയേനെ. രണ്ടും വ്യത്യാസമുണ്ട് ഒരുപാട്. നമ്മൾ വിലക്കി തടഞ്ഞു, സത്യമാണ്. വരം ചെയ്തില്ലല്ലോ, കയ്യേറ്റം ചെയ്തില്ല, ദ്രോഹിച്ചില്ല, തെറി വിളിച്ചില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. CPM-കാരാണെങ്കിലും തെറി കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുണ്ട്. പൊന്നമ്പലമേട്ടിൽ അനധികൃത പൂജ നടത്തിയ കേസിൽ ഒരാളെ കൂടി വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. കുമളി ആനുവിലാസം അയ്യപ്പൻകോവിൽ സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന ചന്ദ്രശേഖരനാണ് അറസ്റ്റിലായത്. ഇടനിലക്കാരനായി പ്രവർത്തിച്ച ചന്ദ്രശേഖരനാണ് പൂജ നടത്തിയ ആളുകളെ നേരത്തെ അറസ്റ്റിലായ വനവികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത്. വനത്തിനുള്ളിൽ അതിക്രമിച്ച് കടന്നവരുടെ കൂട്ടത്തിൽ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി നാരായണൻ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കേസെടുത്തത്. പൊന്നമ്പലമേട് കേസിൽ കൃത്യമായ നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം ചിറയൻകീഴിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പരാതിയുമായി മാതാപിതാക്കൾ. ചിറയൻകീഴ് സ്വദേശിയായ യുവാവ് പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായി മാതാപിതാക്കൾ മൊഴി നൽകി. ചിറയൻകീഴ് ശ്രീ ശാരദ വിലാസം സ്കൂളിലെ വിദ്യാർത്ഥിനി രാഖിശ്രീയാണ് മരിച്ചത്. SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. കൊച്ചി ഉദയംപേരൂരിൽ ഭക്ഷ്യവിഷബാധ. 60-ലധികം പേർ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിവാഹ തലേന്ന് വരന്റെ വീട്ടിൽ നടത്തിയ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഡാനി പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത്? രേണുക, ഇന്നലെയാണ് ഇത് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന് പറയപ്പെടുന്ന ഈ സംഭവം ഉണ്ടായത് കൊച്ചിയിലെ ഉദയംപേരൂരിൽ. അവിടെ വിവാഹ തലേന്ന് നടക്കുന്ന പാർട്ടിയുടെ ഭാഗമായുള്ള ഭക്ഷണമായിരുന്നു ഇതിൽ കുഴപ്പമുണ്ടാക്കിയെന്ന് കരുതുന്നത്. കാരണം ഇതിൽ പങ്കെടുത്ത ഏതാണ്ട് 60-ലധികം പേരാണ് ചികിത്സ തേടിയത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് കൂടുതലായും പേരും ചികിത്സ തേടിയിട്ടുള്ളത്. അത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ കൂടുതൽ പേർ, ഈ പാർട്ടിയിൽ പങ്കെടുത്ത കൂടുതൽ പേര് തന്നെയാണ് ചികിത്സ തേടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇങ്ങനൊരു ഭക്ഷ്യവിഷബാധയാണ് എന്നൊരു സംശയത്തിലേക്ക് നീങ്ങിയത്. ഇങ്ങനെയാണ് കൂടുതൽ പേര് ഈ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയത്. എല്ലാം തന്നെയും ഇവിടെ ഈ പാർട്ടിയിൽ പങ്കെടുത്തവരാണ് എന്നുള്ള പൊതു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ആരുടെയും നില പോയിട്ടില്ല. പക്ഷെ ഇവിടുന്ന് തന്നെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നതെന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഇവിടെ എത്തിയവരെല്ലാം തന്നെ ചെന്നെത്തി നിൽക്കുന്നത്. ആശ്വാസകരമെന്ന് പറയുന്നത് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നത് തന്നെയാണ്. ഡോക്ടർമാർ കൂടുതൽ പരിശോധനകൾ ഇവർക്ക് വേണമോ എന്ന കാര്യത്തിലടക്കം ആലോചനകൾ നടക്കുന്നുണ്ട്. കാരണം ഏത് ഭക്ഷണത്തിൽ നിന്നാണ് ഇത് പോയിസൺ ഉണ്ടായെന്നുള്ള രീതിയിലേക്കൊന്നും കാര്യമായിട്ട് ഇതിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് ആരോഗ്യ നില കൂടുതലായി തന്നെ പരിശോധിക്കുന്നു. നിലവിൽ എല്ലാവരുടെയും തന്നെ തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കോവളം ബീച്ച് കാണാനെത്തിയ 10 വയസ്സുകാരിയുടെ കാൽ സ്ലാബുകൾക്കിടയിൽ കുടുങ്ങി. നെടുമങ്ങാട് സ്വദേശിയായ ഗണേഷിന്റെ മകൾ അനാമികയാണ് ലൈറ്റ് ഹൌസിന് സമീപം അപകടത്തിൽപ്പെട്ടത്. വിഴിഞ്ഞം ഫയർഫോഴ്സ് സംഘമെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി.
G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകുമായി കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ വിഷയങ്ങളിലെ സഖ്യം, ഇന്ത്യ UK വിദേശ വ്യാപാര കരാർ എന്നിവയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക മേഖല, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചാണ് G7 യോഗം അവസാനിച്ചത്. കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ അശക്തമാക്കാനാണ് തീരുമാനത്തിലൂടെ G7 രാഷ്ട്രങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിനോടൊപ്പം യുക്രൈനുള്ള സഹായവും തുടരും. ഉച്ചകോടിയിൽ ചൈനയ്ക്കെതിരെയും വിമർശനമുയർന്നു. ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്ന നടപടി ഉയർത്തിക്കാട്ടിയായിരുന്നു വിമർശനം. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് നീങ്ങണമെന്ന് G7 രാഷ്ട്രങ്ങൾ ചൈനയോട് ആവശ്യപ്പെട്ടു. ജമ്മുകാശ്മീരിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ഭീകരരുടെ ഭീഷണി. ലഷ്കർ-ഇ-തോയ്ബയുടെ ഉപവിഭാഗമായ TRF ആണ് ഭീഷണി ഉയർത്തിയത്. ഉച്ചകോടി നടക്കുന്ന ഭാഗത്തേക്ക് പോകരുതെന്ന് നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കേരളത്തിലെത്തി. തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ഉപരാഷ്ട്രപതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്ഭവനിൽ വൈകിട്ട് സന്ദർശകരെ കാണും. ഗവർണറുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ക്ലിഫ് ഹൌസിൽ പ്രഭാത ഭക്ഷണത്തിന് ഉപരാഷ്ട്രപതി ഗവർണർക്കൊപ്പം പങ്കെടുക്കും. 10:30 നിയമസഭാ മന്ദിര രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ഗർഡർ നവീകരണവും അറ്റകുറ്റപ്പണിയും നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകളിൽ വ്യാപക മാറ്റം. 15 ട്രെയിനുകൾ ഇന്ന് പൂർണ്ണമായും റദ്ദാക്കി. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന നാഗർകോവിൽ-കോട്ടയം എക്സ്പ്രസ് കൊല്ലം വരെ മാത്രമേ സർവീസ് നടത്തൂ. വന്ദേഭാരതിന് നേരെ വീണ്ടും കല്ലേറ്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേഭാരത് ട്രെയിന് നേരെ ചോറ്റാനിക്കര കൂഴിക്കാട് ഭാഗത്ത് വെച്ചാണ് കല്ലേറുണ്ടായത്. കൊച്ചി കളമശ്ശേരിയിൽ 285 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. ആഷിഖ്, ഷഫീഖ് എന്നിവരാണ് പിടിയിലായത്. ടോറസ് ലോറിയിൽ കൊണ്ടുവന്ന ലഹരിയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. 2000 രൂപ നോട്ടുകൾ നാളെ മുതൽ സ്വീകരിക്കില്ലെന്ന് KSRTC. കണ്ടക്ടർമാർക്കും ടിക്കറ്റ് കൌണ്ടർ ജീവനക്കാർക്കുമാണ് മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയത്. ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 32ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ച രാജ്യം. ബീർഭൂമിയിൽ കോൺഗ്രസ് നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. കേരളത്തിൽ KPCC ആസ്ഥാനത്തുൾപ്പെടെ പ്രത്യേക ചടങ്ങുകൾ നടന്നു. മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിൽ +1 സീറ്റ് ക്ഷാമം രൂക്ഷമായിരിക്കെ ക്ലാസുകളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നീക്കം. പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന പ്രൊഫസർ വി കാർത്തികേയൻ നായർ അധ്യക്ഷനായ സമിതിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശകൾ അവഗണിച്ചാണ് നീക്കം. മലബാർ മേഖലയിൽ തുടർ വിദ്യാഭ്യാസത്തിന് 2,25,702 കുട്ടികളാണ് യോഗ്യത നേടിയത്. നിലവിൽ 1,95,050 സീറ്റുകൾ മാത്രമാണ് ഈ മേഖലയിലുള്ളത്. അതായത് 30,652 സീറ്റുകളുടെ കുറവാണ് നേരിടുന്നത്. ഇതിന് പരിഹാരമായി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് മലബാർ മേഖലയിലെ +1 സീറ്റുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ നിയോഗിച്ച വി കാർത്തികേയൻ നായർ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകട്ടെ കുട്ടികളില്ലാത്ത 105 ബാച്ചുകൾ സീറ്റ് ക്ഷാമം നേരിടുന്ന ജില്ലകളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇത് മറികടന്ന് നിലവിലുള്ള സീറ്റുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം കൂട്ടിയ സീറ്റുകൾ തുടരാനാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനം. ജൂലൈ മാസം 5-ാം തീയതി 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് അടിയന്തരമായി ശേഖരിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5 മാസം കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അധികമായി ലഭിക്കും. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാർത്ഥികളെ ഇത്തവണയും സീറ്റ് പ്രതിസന്ധി വലയ്ക്കും. സ്റ്റേറ്റ് സിലബസിൽ 10ാം തരം പഠിച്ച വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനത്തിനും ഈ ജില്ലകളിൽ സീറ്റുണ്ടാകില്ല. ഇതിനു പുറമെ CBSE, ICSE സിലബസുകളിൽ പഠിച്ച അപേക്ഷകർ കൂടി എത്തുന്നതോടെ സീറ്റ് ക്ഷാമം വർദ്ധിക്കും. ഈ മേഖലയിൽ സീറ്റുകളുടെ കുറവ് 1,00,000-ന് മുകളിലാണ്. താൽക്കാലിക ബാച്ചുകളും സീറ്റ് വർധനയും കൂടി പരിഗണിച്ചാലും വടക്കൻ ജില്ലകളിൽ 31,000-ഓളം കുട്ടികൾക്ക് സീറ്റുണ്ടാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 5615 രൂപ, പവന് 44,920 രൂപ, വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോയ്ക്ക് 79,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,851 രൂപ. പാരഗൺസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. പാരഗൺസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. 10 വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.